എന്താണ് ഈ ബോഡി ഷേമിങ്? അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ പെയിൻ മനസ്സിലാവുകയുള്ളൂ. അയ്യേ, നീ തടിച്ചിട്ടാണ്, അല്ലെങ്കിൽ നീ മെലിഞ്ഞിട്ടാണ്, എന്ത് കറുത്താണ് നീ, എന്താണ് നിനക്ക് ഇത്ര കളറില്ലാത്തത്, മന്തി, ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് പലയിടത്തും ഇപ്പം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പലരും അത് പുറത്ത് പറയുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്നവർക്ക് ഉളുപ്പില്ലെങ്കിലും ഇവന്മാരോടൊക്കെ പ്രതികരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ്, ആ തിരിച്ചറിവാണ് നമ്മളെ മാറ്റി ചിന്തിക്കുന്നത്. എന്തെങ്കിലും കിടന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. വിദ്യാഭ്യാസമില്ലാത്തവർ അങ്ങനെ പലരും പറയും, പക്ഷെ പലതും പറയും. നിങ്ങൾ അതിനൊക്കെ പ്രതികരിക്കാൻ നിന്നാൽ നിങ്ങളും അത്രയും താഴ്ന്നു പോയില്ലേ? എന്തിനാണത്? വിട്ടേക്ക്. ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല. അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ഭയങ്കര എല്ലാം തികഞ്ഞവരായിരിക്കണം, ഇങ്ങനെ മറ്റുള്ളവരെ ഇട്ട് കുത്തി നോവിക്കാൻ. പിന്നെ നമ്മൾ മറ്റുള്ളവരെ അവരെ നമ്മളിങ്ങനെ അയ്യോ അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, അല്ലെങ്കിൽ അവരോട് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെ വെച്ച് എല്ലാം സഹിക്കേണ്ട ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത്. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, അത്രേ ഉള്ളൂ. എന്തിനാണ് നമ്മളെ വേണ്ടാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കിടന്ന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, മനസ്സിലായോ? അതെവിടെയും കളഞ്ഞു കുളിക്കേണ്ട ഒരാവശ്യവും ഇല്ല. പിന്നെ ചിലയിടത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ മക്കളെ അല്ലെങ്കിൽ മരുമക്കളെ രണ്ട് തട്ടിൽ കാണുക എന്ന് പറയും. അതായത് അതെന്തിൻ്റെ മാനദണ്ഡത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരച്ഛനും ഒരമ്മയ്ക്കും ഇപ്പം 2 മക്കളുണ്ട്, 3 മക്കളുണ്ട്, എത്ര മക്കളായിക്കോട്ടെ, ആ എല്ലാ മക്കളും ഒരുപോലെയല്ലേ? അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ മക്കളുടെ ഭാര്യമാരെ ഇങ്ങനെ വേർതിരിച്ച് കാണാൻ കഴിയുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ചിന്താഗതി. നാളെ നമുക്കും മക്കളുണ്ടാവാം, നമ്മളും അങ്ങനെ കാണിക്കും എന്നുണ്ടോ? കാരണം നമ്മൾ ആ പെയിൻ അറിയാവുന്നവരൊരിക്കലും നമ്മൾ അങ്ങനെ മറ്റൊരു പെൺകുട്ടിയോട് കാണിക്കരുത്. കാരണം ഇപ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ അറിയില്ല, അത് സത്യം തന്നെയാണ്. പിന്നെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ വേർവ്യത്യാസം കാണിച്ച് നിൽക്കുന്ന അച്ഛനമ്മമാരോട് എല്ലാവരോടും പറയാൻ എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകുന്ന നിങ്ങളുടെ മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ വാശി കാണിക്കുന്നത് നിങ്ങളുടെ മക്കളോടാണ്. നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെങ്കിലും ആ മക്കളെല്ലാം നിങ്ങൾക്ക് ഒരുപോലെയാണ്. മനസ്സിലായോ? നാളെ നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാകാൻ തുടങ്ങും നിങ്ങൾ അവരോടാണ് ഈ പോര് കാണിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നാളെ നിങ്ങളുടെ മക്കൾക്കുണ്ടാവാൻ തുടങ്ങും. അന്ന് അവരുടെ ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. പിന്നെ ഇന്ന് നിങ്ങൾ വെറുക്കപ്പെട്ടവൻ അല്ലെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വിചാരിക്കുന്നവനായിരിക്കാം നാളെ എല്ലാം കൊണ്ടും മികച്ചവനായി വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവസാന കാലത്ത് ഒരു കൈത്താങ്ങാകാൻ പോകുന്നതും അവൻ തന്നെ ആയിരിക്കാം. ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം മൂഢരെ, നിങ്ങൾ വാശി കാണിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മക്കളോട് തന്നെയാണ്. നിങ്ങളുടെ മരുമക്കൾക്ക് ഇതൊന്നും ഏശാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും അമ്മയും ആയിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരുമകളെയും അതുപോലെ തന്നെ പരിഗണിച്ചേനെ. അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അവളെ മാനസികമായും ശാരീരികമായി വേദനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരോടുമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അവർ പോയി ജീവിച്ചോട്ടെ എന്ന് വെച്ച് വിടുന്നതാണ് നിങ്ങളെയൊക്കെ. അതെന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ മക്കളെ ഓർത്തിട്ട്. പക്ഷേ മനസ്സറിയാത്ത കാര്യത്തിൽ അവൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവളുടെ കണ്ണുനീർ അവിടെ വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിൻ്റെ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം നിങ്ങളൊക്കെ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തന്നെയാണ്
ഒരു മരുമകളും ആ വീട്ടിലേക്ക് കയറി വരുന്നത്. അവൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും അവളെ കൂടെ നിർത്താൻ നോക്കുക, അല്ലാതെ വേദനിപ്പിച്ച് ഇല്ലാണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവളുടെ കണ്ണുനീരിൻ്റെ ശാപം നിങ്ങളുടെ 7 തലമുറ കഴിഞ്ഞാലും വിട്ടുപോകില്ല. പിന്നെ ഇത് ഞാൻ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരോട് മാത്രമായി പറയല്ല, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതായത് ഫ്രണ്ട്സ് ഉണ്ടാവാം, അയൽവക്കക്കാരുണ്ടാവാം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാൻ നിൽക്കരുത്. അവരവരുടെ കാര്യം നോക്കി പൊക്കോട്ടെ. ആരാണെങ്കിലും നിങ്ങൾക്ക് അവർ തടിച്ചതാണ്, മെലിഞ്ഞതാണ്, ഇവളെന്താണ് എല്ല് പോലെ ഇരിക്കുന്നത്, അല്ല ഇവരെന്താണ് ഇങ്ങനെ വണ്ണം വെച്ച് മന്തി പോലെ ഇരിക്കുന്നത്, ഉണ്ടപ്പക്കുറു പോലെ ഇരിക്കുന്നത്, ഇതൊന്നും പറയേണ്ട കാര്യം നിങ്ങൾക്കില്ല. കാരണം അവരവരുടെ തന്തയും തള്ളയും ഉണ്ടാക്കി വെച്ച ഫുഡ് കഴിച്ച് അവർ വണ്ണം വെക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ അവർ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങളുടെ വീട്ടിലെ ആഹാരം കട്ട് തിന്നാൻ അവർ വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. നിങ്ങളെല്ലാം തികഞ്ഞവരായി തന്നെ അങ്ങനെ ഇരുന്നോളൂ.